ശരത്തിനെ 2010 നമുക്ക് നഷ്ടപ്പെട്ടത്. 11 ഒരു ശരത് സി ശരത്ചന്ദ്രൻ ഓർമ്മ ആയിട്ടാണ് ഫെസ്റ്റിവലൊക്കെ വിബ്ജിയോർക്ക് ആഘോഷിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ശരത്തിനെ ലൈവായിട്ട് ശരത്തിന്റെ കൂടെ ഉള്ളത് ഞാൻ ഡോക്യുമെന്ററി പഠിപ്പിക്കുന്നുണ്ട് കോളേജിൽ, ചേതന കോളേജിലും വേറെ ചില സ്ഥലങ്ങളിലൊക്കെ. ഇപ്പൊ ഡോക്യുമെന്ററി പഠിപ്പിക്കുമ്പോൾ സി ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ആ ലെവലിലേക്ക് നിൽക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ട് വളരെ ഇടപഴകിയുന്ന ഒരാള് ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ഫിലിം സി ശരത്ചന്ദ്രൻ, കെ പി ശശി എന്നൊക്കെ പറയും, അദ്ദേഹം പിന്നെ പി ബാബുരാജിന്റെ കൂടെ ഉണ്ടാക്കിയ ഫിലിംസ് നമ്മൾ കാണിക്കുകയും, പ്രത്യേകിച്ച് ഓൺലി ആൻഡ് ആക്സ് അവേ, പിന്നെ കനവ്, അങ്ങനത്തെ ഫിലിംസ് ഒക്കെയാണ് ഇപ്പൊ കൂടുതൽ കാണിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ ഡോക്യുമെന്ററിയും ചിലപ്പോൾ അപ്പീലിംഗ് ആവില്ല, ആളുടേന്നല്ല ഏത് ഡോക്യുമെന്ററി ആയാലും. അപ്പൊ അതൊക്കെ കൂടുതൽ കാണിക്കുന്നത്. അങ്ങനെയാണ് ശരത്തിനെ കുറിച്ച് പറയാ. അപ്പൊ നമ്മൾ ഈ പേഴ്സണൽ ഓർമ്മകൾ അവരായിട്ടും ഷെയർ ചെയ്യും. വേറൊരു തലമുറയാണ്, ഭയങ്കര വ്യത്യാസമുള്ള ഒരു തലമുറയായിട്ടാണ് ഇത് പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്ന 100 സമരപ്പന്തലുകളിലും ശരത്തിന് അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അതിരുകളില്ലാതെ സ്നേഹിക്കാനും അതുപോലെ കലഹിക്കാനും കഴിഞ്ഞ സിനിമ ആക്ടിവിസ്റ്റായിരുന്നു ശരത്ചന്ദ്രൻ. ആശിഷ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ തോന്നി. ഒന്ന്, ഞാൻ ശരത്തായിട്ടുള്ള ആദ്യത്തെ കാഴ്ച, അവസാനത്തെ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ, അവസാനത്തെ കാഴ്ച ശരിക്ക് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് കള്ളിയത്ത് സ്ക്വയർ പാലസ് റോഡിലെ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്നു. ഇവിടെ നമ്മള് മാർച്ച് 31 ആ ഒരു പാതിരാത്രിയിലാണ് ശരത്ത് ട്രെയിൻ വീണ അപകടം ഉണ്ടായി മരിച്ചത്. അപ്പോ അതിന്റെ തലേദിവസം നമ്മുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അനിവർ അരവിന്ദിന്റെ ഒക്കെ ആയിട്ട്. അപ്പോ കല്യാണത്തിന് എല്ലാവരും കൂടുകയും നമ്മുടെ ഒരു സാധാരണ ഒരു കല്യാണ ആഘോഷം അല്ല എന്ന് വെച്ചാൽ ഭയങ്കര ജനക്കൂട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഒക്കെ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു എന്നാണ് ഓർക്കുന്നത്. എല്ലാവരും വിബ്ജിയോർന്നോ പിന്നെ വേറെ അതിനോട് ബന്ധപ്പെട്ട അനിവർ അരവിന്ദ് ഗയ്യ എന്ന് പറഞ്ഞത് പീപ്പിൾസ് റിപ്പബ്ലിക്, അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അന്നും എല്ലാവരും പാടുന്നതിന്റെ കൂട്ടത്തില് ശരത്തേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇവിടെയല്ലോ നമ്മൾ എത്ര പൊൻകിനാവിൻ കനി നട്ട്, അതൊക്കെ അവിടെ പാടിയതും നമ്മളൊക്കെ ഒരുമിച്ച് പാടിയതും. ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോയപ്പോഴും നമ്മൾ ഈ ഗ്രൂപ്പ് അവിടെ ശേഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബൈക്കുമല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടേക്ക് ടൗണിലേക്ക് പോന്നു. കാറ്, എനിക്ക് പറഞ്ഞാൽ ആരോ കാറ് ഓടിച്ചിരുന്നു, ഞാൻ വ്യക്തമല്ലാത്ത ഓർമ്മകളെ പറയണേ. എന്തായാലും ശരത്ത് ഇവിടെ വന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു 8 മണി 8:30 നേരത്തൊക്കെ ഇവിടെ കള്ളിയത്തിൽ വന്നിരുന്നു. ഞാനിവിടെ ഒന്ന് ഐ ഹാപ്പൻ ടു ബി ഹിയർ, എന്തോ കാര്യങ്ങൾ വൈകിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ശരത്ത് വന്നിട്ട് വിബ്ജിയോറിന്റെ നമ്മൾ ഫിലിംസ് ഒക്കെ ഉള്ള ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു, എൻ്റെ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് പോവാണെന്ന് പറഞ്ഞ് പോവാണ്. പിന്നെ ഞാൻ കേട്ടത് പോയിട്ട് ഞാൻ പോയി ചോദിച്ചു ട്രെയിൻ എപ്പോഴാന്നൊക്കെ ചോദിച്ചപ്പോൾ 10 മണിക്ക് 10:30ക്കാണ് ഗുരുവായൂർ അന്നത്തെ ട്രെയിൻ ടൈം, ഗുരുവായൂർ ട്രെയിൻ. ഞാൻ പോയി. അപ്പൊ വീണ്ടും കൂട്ടുകാരോടെ എന്തോ ഭക്ഷണം കഴിക്കാനോ അതിനൊക്കെയായിട്ട് ടൗണിൽ കുറച്ചു നേരം കൂടി ഇരുന്നു തോന്നുന്നു. പിന്നെ കേൾക്കുന്നത് ഞാൻ പുലർച്ചയ്ക്ക് എന്നെ എഴുന്നേൽപ്പിച്ചത് കെ സി സന്തോഷ് കുമാർ എന്ന് പറയുന്ന ശരത്തിന്റെ കൂടെ ഒക്കെ കുറെ വർക്ക് ചെയ്തിരുന്ന, ഞങ്ങൾ വിബ്ജിയോറിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള. അപ്പൊ ശരത്ത് സന്തോഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശരത്ത് പോയി എന്ന്. അപ്പോ ഞാൻ മിക്കവാറും പുലർച്ചയ്ക്ക് രാത്രിയായാലും ഫോൺ എടുക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ ഒക്കെ. അന്ന് തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. അന്ന് വിളിച്ചപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. എന്നിട്ട് അതൊരു നമ്മൾ ഈ ഇപ്പൊ വരാൻ പോകുന്ന ആഴ്ച പോലെ തന്നെ ശരത്ത് മരിച്ച 31/1 എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതിലൊരു ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഗുഡ് ഫ്രൈഡേ ദിവസം പോലെയായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ശരിക്കും പറഞ്ഞാല് അങ്ങോട്ട് പോകാൻ അത്ര എളുപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു ഞങ്ങളുടെ ഈ കർമ്മവും ഞങ്ങളിതൊക്കെ അടിച്ചത്. പക്ഷെ ഞാനും അന്ന് കെ ജെ ജോണി പിന്നെ 2-3 പേര് കൂടി നമ്മൾ ഇവിടെ നിന്ന് ഒരു കാറ് വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടേക്ക് പോയി. അന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആദ്യം ചാലക്കുടിയിൽ ഹോസ്പിറ്റലില് ഡെഡ് ബോഡിയൊക്കെ കടത്തുന്ന സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഒരുമിച്ച് പ്ലാൻ ചെയ്ത് അൻവർ അലിയും പിന്നെ ഞങ്ങള് അവിടെ എത്തി, തിരുവനന്തപുരത്ത് പോയി. ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് എല്ലാ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്തു. ഇത് ഞാൻ ഒരു അവസാനത്തെ കാഴ്ചയെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞത്. ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് 2002 ഞാൻ ഈ ചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ ഇവിടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും. പക്ഷെ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 97 ടു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയിക്കായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് 2002 ഈ ചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങിയെങ്കിലും എപ്പോഴും എൻ്റെ ഒരു മനസ്സിലും പിന്നെ കെ സി സന്തോഷ്, പിന്നെ എൻ്റെ കൂട്ടുകാരായ മനു ജോസ്, അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെയുള്ള അസോസിയേഷൻ. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഒരു സോഷ്യൽ ട്രസ്റ്റ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഫിലിം ചെയ്യുന്നപ്പോൾ ഫിലിം കാണിക്കുന്നു, ഫിലിം ഫെസ്റ്റിവൽ നടത്തണം. പ്രത്യേകിച്ച് 2002 എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ ജിനോസൈഡും ഒക്കെ ആ കാലം വന്നപ്പോ ഞങ്ങൾ സന്തോഷും മനു ഞങ്ങളും കൂടി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഒരു ഫെസ്റ്റിവൽ നടത്തണം. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ സാഹിത്യ അക്കാദമിയിലെ മുറ്റത്ത് അന്നൊക്കെ കുറേയും കൂടി നമുക്ക് മുറ്റവും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലമായിരുന്നു.
അപ്പോൾ അന്ന് ഞങ്ങള് മനു, സന്തോഷ് കൂടി കുറച്ച് ഡോക്യുമെന്ററീസ് ഒക്കെ ഞങ്ങൾ ആലോചിച്ചു. അപ്പൊ ഡോക്യുമെന്ററീസ് എവിടെ നിന്ന് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശരത്തിന്റെ പേര് വന്നു. ശരത്ത് ഡോക്യുമെന്ററി കൊണ്ടുവരും. പിന്നെ നമുക്ക് ഫിലിംസ് ഉണ്ട്, പിന്നെ ഇത് ചെയ്യാം. സന്തോഷിനുണ്ട് കുറെ ഡോക്യുമെന്ററീസ്. പിന്നെ ഞങ്ങള് ഫെസ്റ്റിവലിന് ഒരു വൺ എന്നുള്ളൊരു പേരിട്ടു. കാരണം ഈ ഡിവിസ്റ്റീവായിട്ടുള്ള അതിനെതിരായിട്ട് ഒരു വൺ. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ഒരു മൈത്രി യാത്ര എന്നുള്ളൊരു കാര്യമൊക്കെ സന്തോഷം ഞാനും കൂടി കോൺസെപ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ ഫിലിംസ് കാണിക്കാൻ വേണ്ടി കോളേജിലേക്ക് സ്കൂളിലേക്ക് പോയിരുന്നു. ഫിലിംസിന്റെ നേച്ചർ അറിയാലോ. ഫിലിംസ് വന്നു. പിന്നെ ഞങ്ങള് അന്ന് ശാന്തൻ എന്ന് പറയുന്ന മനുവിന്റെ ഒക്കെ ഒരു കൂട്ടുകാരൻ, ശില്പങ്ങളും വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ശാന്തൻ ഒരു ശില്പം ഉണ്ടാക്കി. ഒരു യൂണിറ്റി വൺ എന്നൊക്കെ പറയുന്ന ഒക്കെ, വൺ എന്നുള്ള പേര് ഞങ്ങൾക്ക് അതിൽ കിട്ടിയത്. പിന്നെ മ്യൂസിക്കിന് അന്ന് ഞങ്ങള് ജോൺ പി വർക്കി, മരിച്ചുപോയ ജോൺ പി വർക്കി, പിന്നെ ഗ്രാമി അവാർഡൊക്കെ നേടിയ മനോജ്, അവർക്ക് തൃശ്ശൂരൊക്കെ അന്ന് അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ ഒരു വലിയ വലിയ താരങ്ങളായി. ജോൺ പോയി, നമ്മൾ വിട്ടുപോയി. അപ്പൊ അവര് വന്നിട്ട് പെർഫോം ചെയ്തു. ശാന്തൻ ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പെർഫോമേറ്റീവ് ആർട്സ് നമ്മൾ ചെയ്തു. അതിന്റെ ആലോചന എന്തായിരുന്നു? അതായത് ആ കലാകാരന്മാർക്കും കലയ്ക്കും മാത്രമാണ് ഈ മതഭ്രാന്തിനും വർഗീയതയ്ക്കൊക്കെ എതിരായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് നല്ലൊരു വലിയ ക്രൗഡ് എന്നതിനേക്കാൾ കൊണ്ട് വളരെ മീനിങ് ഫുൾ ആയിട്ട് ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫിലിമൊക്കെ ആയിട്ട് അപ്പൊ കെ പി ശശി വന്നിരുന്നു, ശരത്ത് വന്നിരുന്നു. ശശി അപ്പൊ അന്ന് അത്ര ഇൻവോൾവ് ആയിരുന്നില്ല, പക്ഷെ ശശി ഉണ്ടായിരുന്നു, എന്റെ ഓർമ്മയുണ്ടായിരുന്നു. പിറ്റേ ദിവസം അന്തരിച്ച ഫിലിപ്പ് എന്ന് പറയുന്ന ഗസൽ ഗായകനൊക്കെ വന്നിട്ട് ഇവിടെ ചേതനയിൽ ഗസൽ ഉണ്ടായിരുന്നു ഫിലിപ്പിന്റെ. അപ്പൊ നമ്മൾ ഇതെല്ലായിരുന്നു ഫിലിംസ്, പാട്ടുകള്, ചിത്രം, അതൊക്കെ ആയിരുന്നു. അപ്പൊ ശരത്ത്, ഞാൻ ഇങ്ങനെ ശരത്ത് ഭയങ്കര ആളുടെ ഒരു ഹിസ് ക്ലാരിറ്റി ഓഫ് പൊളിറ്റിക്കൽ, വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ചിലപ്പോ അതിനോട് യോജിക്കുന്നത് തോന്നുന്ന ആൾക്കാർക്ക് വെച്ച് ആദ്യം ചിലപ്പോ ഒരു സംശയ ദൃഷ്ടിയോടുകൂടിയൊക്കെ ആവും നോക്കണ്ടാവും. ഞാൻ ആളെ കുറിച്ച് മാത്രമേ, എല്ലാവർക്കും ഉണ്ട് അതൊക്കെ. അപ്പോ മനുവിനോടൊക്കെ ചോദിച്ചു, ഈ ബെന്നിയച്ഛൻ എന്ന് പറയുന്ന ആരാണ്, എന്താളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആള് എന്തച്ഛനാണ് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ആദ്യം ഒരു കൗതുകമായിരുന്നു. കാരണം എന്റെ നാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയില്, അപ്പൊ അവിടെ നിന്ന് എനിക്ക് കിട്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. മൈ മിംഗ്ലിംഗ് ആൻഡ് മിക്സിംഗ് ആൻഡ് മിംഗ്ലിംഗ് വിത്ത് a lot of people. പിന്നെ ന്യൂയോർക്കിൽ പോയപ്പോഴും എൻ്റെ വേറൊരു പശ്ചാത്തലമാണ്. ബ്രൂക്ലിനിലും ഇമിഗ്രൻസിന്റെയും കുറെ ആക്ടിവിസ്റ്റോടെ കൂടെ ഒക്കെ ഞാൻ. എനിവേ ഇവിടെ വന്നപ്പോൾ എന്തായാലും ശരത്തായുള്ള ആദ്യത്തെ ഒരു കണ്ടുമുട്ടൽ ഇങ്ങനെ ഒരു സംശയത്തിൽ നിന്ന് മാറി, സംശയം മാറി. പിന്നെ ഞങ്ങൾ ഒരുമിക്കുകയും പിന്നെ എപ്പോഴും ഞങ്ങൾ തമാശയുടെ പറയും, ഞങ്ങൾ വിബ്ജിയോർ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ നമ്മൾ സെലക്ഷനൊക്കെ ഒരു ഇതൊക്കെ ഫൈനലൈസ് ചെയ്ത് പറയുമ്പോൾ ശരത്ത് വലിയൊരു ബാഗ് ഫിലിമായിട്ട് വീണ്ടും വരും. നമുക്ക് ഈ ഫിലിംസ് കാണിക്കണം, ആ ഫിലിംസ് കാണിക്കണം, ഈ ഫിലിംസ് ഭയങ്കര പ്രധാനപ്പെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെ അതൊക്കെ അക്കോമഡേറ്റ് കിട്ടും. പിന്നെ അങ്ങനെ ഒക്കെ ആയിരുന്നു. പക്ഷെ അത് വളരെ രസമുള്ളൊരു കാലമായിരുന്നു. കാരണം നമ്മളൊരു 13 വിബ്ജിയോർ ഫെസ്റ്റിവൽ വരെ നടത്തി. പക്ഷെ ഞാൻ ആദ്യം സൂചിച്ച 1 അവർ ഫെസ്റ്റിവൽ 2002 2004 നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു നീണ്ട പേരിട്ടൊരു ഫെസ്റ്റിവൽ നടത്തി. സ്മോൾ ഫിലിംസ് ഇൻ എ സ്മോളർ വേൾഡ് എന്നാണ്. സ്മോൾ എന്നുള്ള ക്യാപിറ്റൽ അതിലേക്ക് സ്മോൾ ഫിലിംസ്, സ്മോളർ വേൾഡ് ചെറുതായിട്ട് എഴുതി വെച്ചാൽ ഈ ഗ്ലോബലൈസ് എന്ന് പറഞ്ഞിട്ട് ചെറുതായി വരുന്നു. പക്ഷെ സ്മോൾ ഫിലിംസ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഹ്രസ്വചിത്രങ്ങളുടെയും ഷോർട്ട് ഫിലിംസിന്റെ ഒരു പവർ ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ എനിവേ. അപ്പൊ ശരത്ത് ഫിലിംസ് കൊണ്ട് വീണ്ടും അമുദൻ വന്നു. അങ്ങനെ കൂടുതൽ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ ഒരു ആവേശത്തിൽ ഞങ്ങൾ 2005 ഒരു ഗാർഗി എന്ന് പറയുന്ന ഒരു സ്ത്രീ പക്ഷ ചലച്ചിത്രമേള നടത്തി. അതിൽ വെറുതെ ഒരു ടാഗ് ലൈനൊക്കെ ആയിട്ട് ഫിലിംസ് മെയ്ഡ് ബൈ വിമൻ എന്നൊക്കെ കൊടുത്തു. അപ്പൊ ഞങ്ങളുടെ വിഡിത്തം അതിനുവേണ്ടി കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ ഫിലിം മേക്കേഴ്സ്, വിമൻ ഫിലിം മേക്കേഴ്സ് വന്നിട്ട് ആദ്യം ഞങ്ങളുടെ മുഖത്തേക്ക് പറഞ്ഞു, വി ആർ നോട്ട് വിമൻ ഫിലിം മേക്കേഴ്സ്, വി ആർ ഫിലിം മേക്കേഴ്സ്. ഞങ്ങൾ വിമൻ ഫിലിം മേക്കേഴ്സുമായിട്ട് അങ്ങനെ ചെറുതായി കള്ളിയിട്ടുണ്ടെന്ന് വെക്കാൻ നോക്കുന്നത്, വിച്ച് വാസ് എൻ ഐ ഓപ്പണർ. അപ്പൊ ഞങ്ങൾ വീണ്ടും ശശി ഞങ്ങളൊക്കെ ആലോചിച്ചിട്ട് കുറേ കൂടിയും ഇങ്ങനെ ഈ വിമൻ ഒരു ഐഡന്റിറ്റി ആണെങ്കിൽ പല ഐഡന്റിറ്റീസ് ഒക്കെ ഉണ്ട്, എങ്ങനെ അതിനെല്ലാം ഉൾക്കൊള്ളാം, കുറെ കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു ഐഡിയ ക്ലിക്ക് ചെയ്താണ് വിബ്ജിയോർ എന്നുള്ളൊരു വാക്ക്. അപ്പൊ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റൊന്നുമില്ലല്ലോ, 7 നിറങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അതില്. അപ്പൊ അങ്ങനെ ഒരു ആശയം വന്ന് പിന്നെ അപ്പോൾ ശശിവദനെ ഞാൻ ആ പേര് സജസ്റ്റ് ചെയ്ത് ശശി പറഞ്ഞു നല്ല കൊള്ളാം. കാരണം ചെറിയ ശശിയുടെ ഒക്കെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ബ്രാഹ്മണിക്കലല്ല വാക്കുകള്, ഗാർഗി കുറച്ച് ബ്രാഹ്മണിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ. സോ വിബ്ജിയോർ ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാവർക്കും, പിന്നെയാണ് ഞാനത് അത്ര ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് എല്ലാവർക്കും ഇപ്പൊ നമുക്കൊരു സെക്ഷൽ മൈനോറിറ്റീസിനും ഒക്കെ വളരെ എംബ്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമൊക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഒരു 13 ഫെസ്റ്റിവലില് 10 ഫെസ്റ്റിവൽ വരെ ശരത്ത് ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 11ാമത്തെ ഫെസ്റ്റിവല് ശരത്തിന്റെ പേരിലായിരുന്നു. പിന്നെ ശരത്ത്, ബാബുരാജ് ഇവരൊക്കെ നടത്തിയിരുന്ന ഓരോ യാത്രകളുണ്ടല്ലോ പ്ലാച്ചിമടയിലേക്കും ഒക്കെ. ഫിലിംസ് ഉണ്ടാക്കുന്നത് ഒരു ഫിലിംസ് ഉണ്ടാക്കൽ മാത്രമല്ല, അവര് ഫിലിംസ് കാണിക്കുന്ന ആൾക്കാരും കൂടിയായിരുന്നു. ഞാൻ ഇവിടെ ഫിലിംസ് കാണിക്കുന്ന ആളും ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന ആളും ഇപ്പോഴാണ് ഒരു ഡോക്ടറേറ്റ് ഉണ്ടാക്കുക, പിന്നെ ഫിലിം പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. ബട്ട് ഇവരുടെ യാത്രകൾ നമുക്കൊക്കെ, ഞാനും പ്ലാച്ചിമടയിൽ പോകുന്നു, കുറെ ചെറുപ്പക്കാര് ശരത്തിന്റെയും ഇവരുടെ കൂടെ ഒക്കെ പ്ലാച്ചിമട
പിന്നെ മുത്തങ്ങ, അറ്റപ്പാടി പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയുള്ള കുറെ ആൾക്കാരെ നമ്മൾ ഈ വിബ്ജിയോർ യങ് വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വോളണ്ടിയേഴ്സ് പല പല വിബ്ജിയോറിന്റെ പല ഗ്രൂപ്പുകൾ ഇങ്ങനെയാണ്, ഗ്രൂപ്പീസ് അല്ല, പല പല അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സ്പ്രൗട്ട് ഔട്ട് ചെയ്തുള്ള കുറെ ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂരിനെ കുറിച്ച് പലരാന്ന് പറയരുത്, തൃശ്ശൂരിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഈ വിബ്ജിയോർ വഴി കുറെ ആൾക്കാർ വന്നു മീറ്റ് ചെയ്തു, കുറെ സ്ഥലങ്ങളിൽ പിരിഞ്ഞുപോയി. ഞങ്ങളൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷെ ശരത്തും ശശിയും സന്തോഷും ബാബുരാജും അമുദനും മുസ്തഫയും എൻ്റെ ഒരു ചെറിയ പങ്കും, പിന്നെ അന്ന് കുറെ യൂത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഗയ്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, സെൻസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ദൃഷ്ടി എന്ന് പറഞ്ഞൊരു ഫിലിം, അവരൊരു ഫിലിം ക്ലബ്ബ്, പിന്നെ ഗയ്യ, പിന്നെ പീപ്പിൾസ് റിപ്പബ്ലിക്. അപ്പൊ ഇന്റർനെറ്റ് ആക്ടിവിസവും ഫിലിം ആക്ടിവിസവും ഡിജിറ്റൽ ആക്ടിവിസവും ഇതൊക്കെ കൂടിയുള്ള ഒരു കാലമായിരുന്നു. ഞാൻ കാലമായിരുന്നു എന്ന് പറയുന്നത് ഒരു 2019 വരെയാണ് ഞങ്ങൾക്ക് വിബ്ജിയോർ അതിന്റെ ഉഷാറിൽ പിടിച്ചു നിൽക്കാൻ പോയത്. 2019 കഴിഞ്ഞ് 22, 23, 24 ആയപ്പോഴേക്കും ശശിയും വിട്ടുപോയി ഒക്കെ. അപ്പൊ ശരത്തിനെ ഓർക്കുമ്പോൾ വേറൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞ, ഈ പിടിവാശി എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആൾക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആൾക്ക് അത്രയും ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ആദരവ് തോന്നിയെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ജോലി, ഈ മനസ്സിലാക്കുന്ന അവിടുത്തെ എംബസിയിലാണ്ട് ഉണ്ടായിരുന്ന ജോലി, പക്ഷെ അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് അന്ന് VCR ക്യാമറ, വീഡിയോ ക്യാമറ ഒക്കെ വെച്ചിട്ട് നാട്ടിലേക്ക് പോരും. നേരെ എന്തൊരു സോഷ്യൽ, അത് മുത്തങ്ങയിലാവാം അല്ലെങ്കിൽ നമ്മുടെ ദളിത് അവരുടെ ആ പേര് ഞാൻ സ്ഥലം മറന്നു പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ശരത്ത് ക്യാമറ എടുത്ത് പോയി. ഇപ്പൊ ക്യാമറ എടുത്ത് പോകുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു, ഡോക്യുമെന്ററികൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്, അവരുടെ കൂടെ തന്നെയാണ്, അതിന് പോലീസ് അറസ്റ്റ് ആയാലും. അപ്പൊ ശരത്ത് എനിക്ക് തോന്നുന്നത് ആ ഒരു വേറൊരു എസ്തെറ്റിക്സ് ഡോക്യുമെന്ററിക്ക് ഉണ്ടാക്കിയുള്ള ഒരാളും കൂടിയാണ്. അത് ഇരുന്ന് സാവകാശം പലരും ഡോക്യുമെന്ററികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഡോക്യുമെന്ററി ഫോമിനെ കുറിച്ച് ഒബ്സർവേഷൻ ആണെന്നൊക്കെ പറയുന്നത്. ഇതല്ല, ഇത് ജീവിതത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ഡോക്യുമെന്ററി പഠിക്കുമ്പോൾ ഫ്ലൈ ഇൻ ദ സൂപ്പ്, ഫ്ലൈ ഓൺ ദ വാൾ എന്ന് പറയും. ഫ്ലൈ ഓൺ ദ വാൾ ഇങ്ങനെ സുഖമായിട്ട് അവിടെ ഇരുന്നിട്ട് ഒബ്സർവ് ചെയ്താൽ മതി. ചിലർ ഫ്ലൈ ഇൻ ദ കറി എന്ന് പറയും ഇന്ത്യൻ കോണ്ടെക്സിൽ. ശരത്തും ശശിയും ഇവരൊക്കെ ഫ്ലൈ ഇൻ ദ കറി, ഫ്ലൈ ഇൻ ദ സൂപ്പ്, അതിന്റെ ചൂടും ആവിയും തീയും ഒക്കെ കൊണ്ടിട്ട് ഞാൻ ഡോക്യുമെന്റ് ഉണ്ടാക്കിയതും, ആ തീ കൊണ്ടിരുന്ന ജനങ്ങളെ കുറിച്ച് ഡോക്യുമെന്റ് ഉണ്ടാക്കുകയും അതിന്റെ തീയും പുകയും ഗന്ധമൊക്കെ അവരും അതിലെ ഭാഗമാക്കുകയും അതെല്ലാം ശ്വസിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മരിച്ച് എന്ന് ഞാൻ വീരമരണം എന്നൊക്കെ വേണമെങ്കിൽ കുറച്ച് എക്സാജറേറ്റ് അല്ലെങ്കിലും അവരൊരു വീരമൃത്യു തന്നെയാണ്. കാരണം അവർ ചെയ്ത മേഖലയ്ക്ക് വേണ്ടി ഞാൻ ശശിയും കുട്ടി പറയുന്നത്. ശരത്ത് ഒരു അപകടമരണമായിരുന്നെങ്കിൽ പോലും വളരെ അത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ട് അക്കംപ്ലിഷ് ചെയ്തിട്ട് അവാർഡുകളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ആ 1000 Days a Dreams എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഉണ്ടാക്കിയാണല്ലോ. ആ ഫിലിമിനാണ് ഇവിടെ മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ബിഫില് ബെസ്റ്റ് ഡോക്യുമെന്ററിക്ക് അവർക്ക് 2 അവാർഡ് കിട്ടിയത്. പിന്നെയും ഉണ്ട്, പക്ഷെ അവാർഡിന് വേണ്ടി ഒന്നും കാത്തിരുന്ന മനുഷ്യനല്ലാണ്. എന്ത് ഇഷ്യൂ ഉണ്ടായാലും, ഇപ്പൊ ഓൺലി ആൻഡ് എക്സവേ ഉണ്ടായത് മറ്റേ അവിടുത്തെ പാത്രക്കടവിലത്തെ ഇതിന് ഡാം വരുന്നതിനെതിരെയൊക്കെയായിട്ട്. ശരത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെയല്ലോ നമ്മൾ എത്ര പൊൻകിനാവിൻ കനി നട്ടു എന്നുള്ള പാട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കൂടിച്ചേരുമ്പോൾ പാടാനുള്ള പാട്ടും ശരത്തിനെ ഓർക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു കൂട്ടായ്മയും നമ്മുടെ ശക്തിയും കരുത്തും ഓർമ്മകളും ഒക്കെ അതിനുള്ള ഒരു പാട്ടാണ്. അത് ശരത്തൻ ഉണ്ടാക്കിയ പാട്ടാണോ എന്നൊക്കെ തോന്നുന്നു, പക്ഷെ ചിലരാണെന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അതാണ് ശരത്ത്. ശരത്തിനെ കുറിച്ചും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ തേർഡ് ഐ എന്ന് പറയുന്നത് ശരത്തിന്റെ മൂവ്മെന്റ് ആയിരുന്നല്ലോ, നോട്ടം തേർഡ് ഐ. അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ റാസി ഉണ്ടാക്കിയതാണ് തേർഡ് ഐ ഓഫ് റെസിസ്റ്റൻസ്. 105 മിനിറ്റുള്ള ഡോക്യുമെന്ററി ഉണ്ടായി, നല്ല ഡോക്യുമെന്ററിയാണ്. ഇതൊക്കെയാണ് എനിക്ക് ശരത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്. ചിലപ്പോൾ വീണ്ടും ഇപ്പൊ April 1 നമ്മൾ ശരത്തിനെ ഓർക്കുന്നു. കൊല്ലത്തിൽ ഒരിക്കലും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കൊരു ഭാഗ്യം കിട്ടുന്ന ഡോക്യുമെന്ററി ക്ലാസ്സുകളിലേക്ക് വീണ്ടും മടങ്ങുമ്പോൾ ശരത്തിനെ അവിടെ കൊണ്ടുവരാൻ പറ്റും, കുട്ടികളിലേക്ക് പുതിയ തലമുറയ്ക്ക് വീണ്ടും പരിചയപ്പെടുത്താൻ പറ്റും എന്നൊരു ഭാഗ്യമായിട്ട് തന്നെ കാണും. ഞാൻ ഈ ഓൺലി ആൻഡ് ആക്സവേ എന്നുള്ള ടേം ഞാൻ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് നന്നായി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തും. അതായത് അട്ടപ്പാടിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് സൈലന്റ് വാലിയിലേക്ക് ഒരു മൊഴിയുടെ ദൂരം മാത്രമേ ഉള്ളൂ. അട്ടപ്പാടിയിലെ മുട്ടക്കുന്ന് നാളെ സൈലന്റ് വാലി അത് മൊട്ടക്കുന്നായി തീരാം. ഈ പാത്രക്കടവിൽ പദ്ധതി വന്നാലും, അല്ലെങ്കിൽ പണ്ട് സൈലന്റ് വാലി വന്നിരുന്നെങ്കിൽ. അപ്പൊ ഒരു മൊഴിയുടെ ദൂരം മാത്രം എന്ന് നമ്മളുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും മറ്റോരോ കൂടി കാര്യത്തിൽ ഉണ്ടാക്കിയ മൂവ്മെന്റിനെ ഒരു ഫിലിം എന്റെ ഒരു ചിമിഴിൽ ഒതുക്കിയിട്ട് അത് ഓൺലി ആൻഡ് ആക്സവേ ഒരു മൊഴിയുടെ ദൂരം മാത്രം എന്നുള്ള എൻ്റെ കുട്ടികളോട് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിമിന്റെ പേരോ ചിലപ്പോൾ ഫിലിം ഉണ്ടാക്കിയ ആളുടെ പേരൊക്കെ മറന്നുപോയിട്ടുണ്ട്, പക്ഷേ ഈ മുട്ടക്കുന്നും ഈ സൈലന്റ് വാലിയും തമ്മിലുള്ള ദൂരം ആ കാര്യം അവർ തലയിൽ ഓർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1000 Days a Dreams എന്ന് പറയുന്ന ഡ്രീം നല്ല ഇതാണ്. പിന്നെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വയനാട്ടിലെ മുത്തങ്ങ സമരമായിട്ട് ബന്ധപ്പെട്ട് ഈ പേരുകളൊക്കെ വളരെ
ഭയങ്കര ടൈറ്റിൽസ് ആണ് ആളുടെ. വെറുതെ ഒരു വാക്ക് പോലെ ഡോക്യുമെന്റേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഞാൻ വീണ്ടും പറഞ്ഞു, ക്ലാസ്സിൽ കുട്ടികളെ വാട്ട് ഈസ് ഡോക്യുമെന്റേഷൻ, ഡോക്യുമെന്ററി, ഡോക്യുഫിക്ഷൻ വ്യത്യാസം. പക്ഷെ ശരത്ത് ചെയ്ത് വെറുതെ ഡോക്യുമെന്റേഷൻ ആയിരുന്നില്ല ശരി. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ശരത്ത് അത് ചെയ്തില്ലെങ്കിൽ ആ ഒരു സംഭവം അവിടെ പല പല രീതിയിലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയോ, അല്ലെങ്കിൽ പത്രങ്ങളും, ശരത്താണ് ആദ്യം അവിടെ ചെന്ന് വിടുക, അല്ലെങ്കിൽ ബാബുക്ക് ചെന്നു. അപ്പൊ ഡോക്യുമെന്റ് എന്ന് പറയുന്നതൊക്കെ ഞാനിവിടെ ക്ലാസ്സിൽ റെക്കോർഡിങ് പിന്നെ എന്നൊക്കെ പറയാം, അതല്ല ശരത്ത് ചെയ്ത്. ശരത്ത് അവിടെ ചെന്ന് അതിന്റെ ഭാഗമായി അതിന്റെ എല്ലാ നേരത്തെ ഞാൻ ഉപയോഗിച്ച ചൂടും ആവിയും ഒക്കെ സഹിച്ച്, ചിലപ്പോൾ ആദ്യം അത്ര നമ്മൾ ഫിലിമ കാണുന്നുള്ളൂ, പക്ഷെ അതിന് എത്രമാത്രം റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒക്കെ. നമ്മൾ അതിന് ശേഷം കുറച്ചിങ്ങനെ ശ്രമിച്ചു, അതായത് നമുക്കിതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ. പല പല തിരുവനന്തപുരത്ത് കുറച്ച് ആൾക്കാർ, തൃശ്ശൂർ ഞാൻ പറഞ്ഞു ഞാൻ ഓഫർ ചെയ്യാൻ പെടുന്ന ക്യാമറയും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യാം, നിങ്ങൾ കുറച്ച് കുട്ടികളും ഞാനും ഒക്കെ കുറച്ച് ഇറങ്ങാം, കോഴിക്കോട് ഭാഗത്ത് നിന്ന് വേറെ ആൾക്കാർ ഇവിടെ കുറെ ആലോചനകൾ നടന്നെങ്കിലും ശരത്ത് ചെയ്തിരുന്ന ഒരു കാര്യം ചെയ്യാൻ നമ്മൾ പറഞ്ഞ ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയിലാണ് ബാബു ഉണ്ടെങ്കിലും വേറെ കുറെ ആൾക്കാരുണ്ടെങ്കിലും, പിന്നെ ശരത്തിന് തീർച്ചയായിട്ടും എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ട് ആള് കൂട്ടി ചേർത്ത് KSSP ആയിട്ടായാലും മറ്റൊരൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പറയാനുള്ള കാര്യം തോന്നുന്നു, വിബ്ജിയോർ വരുന്നതിനെ കുറിച്ച് പറയാം. 2-3 വിബ്ജിയോറില് ശരത്തിന്റെ മരണശേഷം നമ്മൾ C ശരത്ചന്ദ്രൻ ഫെലോഷിപ്പ് കൊടുക്കുകയുണ്ടായി ഒരു ഫിലിം മേക്കേഴ്സിന്. 25,000 രൂപ ശരത്തിന്റെ സഹധർമ്മിണിയാണ് നമുക്ക് തന്നത് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ഫൗണ്ടേഷൻ പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പോൾ അവാർഡല്ല, നമ്മൾ വിബ്ജിയോർ അവാർഡ് കൊടുക്കാറില്ലായിരുന്നു ഒരിക്കലും. പണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ കേരള സ്പെക്ട്രം എന്ന് പറഞ്ഞതിൽ യങ് ഫിലിം മേക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില അവാർഡൊക്കെ കൊടുത്തു നോക്കി. ഇതെന്തായിരുന്നു വെച്ചാൽ ഈ വിബ്ജിയോറിൽ വരുന്ന ഫിലിം മേക്കേഴ്സിന്റെ നമ്മള് മനസ്സിലാക്കണം, അവർ റെക്കഗ്നൈസ് ചെയ്യണം അവരെ. ഇന്ന ഏരിയ എന്നൊക്കെയാണ് വരുന്നത്, ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടാണ് ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഡോക്യുമെന്റ് ഈസ് വർത്ത്. അവരതിന് അതുപോലത്തെ ഇനിയും ഡോക്യുമെന്റ് ഉണ്ടാകണം. ആ ഒരു ഫിലിം മേക്കർക്ക് നമ്മളൊരു ചെറിയ സപ്പോർട്ട് കൊടുത്താലും ചിലപ്പോൾ ഒരു പുതിയ ഡോക്യുമെന്റ് കൂടി ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഫെലോഷിപ്പ് എന്നുള്ള ഐഡിയ ഉണ്ടാക്കിയത്. നമ്മളിവിടെ അഖിൽ സത്യൻ, നമ്മൾ പല ആൾക്കാർക്കും കൊടുത്തതിന് കൂടുതൽ പറഞ്ഞ അഖിൽ സത്യനാണ് കൊടുത്തത്. ആളുടെ ഈസ് മൈ അല്ല മറ്റേ ആ ഫിലിം ഉണ്ടാക്കിയിട്ട് അഖില് ഞാൻ വേറെ അവസരത്തിൽ കണ്ടപ്പോൾ പറയാണ്, ഈ ഫിലിം അന്ന് നിങ്ങൾ തന്ന ഫെലോഷിപ്പ്, ഇപ്പൊ നമ്മുടെ ഫെലോഷിപ്പിനൊന്നും ഇല്ലാത്ത വലിയ ഈ മൂല്യം എന്ന് പറയുന്ന ആളുടെ ഇതിലായിക്കഴിഞ്ഞു ഫീച്ചർ ഫിലിം ഇതൊക്കെ. പക്ഷെ ആൾ പറഞ്ഞു അമേരിക്കയിലെ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ ആളുടെ ഫിലിം കാണിക്കുന്നുണ്ട്. ആ ഫിലിം കാണിക്കുമ്പോൾ ശരിക്കും ആ ഡോക്യുമെന്റ് കാണിക്കുമ്പോൾ ഞങ്ങൾ ഈ വിബ്ജിയോർ തന്ന ഒരു ഫെലോഷിപ്പ് അത് അന്നത്തെ ആ കാലത്തിൽ ആളെ ശ്രമിച്ചു. കാരണം ആള് അച്ഛൻ വലിയ ഫിലിം മേക്കറാന്ന് പറഞ്ഞാലും ആളെ ആശ്രയിക്കാതെ ആള് ചെയ്തൊരു ഡോക്യുമെന്ററിക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഇനി വിബ്ജിയോറിനോട് 13 എഡിഷൻസ് കഴിഞ്ഞു. 6 വർഷങ്ങൾക്ക് ശേഷം 14ാം എഡിഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് എല്ലാവരും പറയാൻ പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യം വളരെയധികം മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളന്ന് ഈ തൃശ്ശൂര് കുറെ യങ് ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞ യങ് ആൾക്കാരൊക്കെ കുറച്ച് വീണ്ടും ഒരു മിഡിൽ ഇതിലേക്കോ വയസ്സന്മാരിലേക്കോ ഒക്കെ പോവുകയും, പക്ഷെ പ്രായമൊന്നും ഈ കാര്യത്തിൽ ഒന്നുമല്ല. ശരത്തോ ബാബുരാജോ ശശിയൊന്നും പ്രായം നോക്കിയുള്ള ആൾക്കാരൊന്നല്ല. പ്രായമല്ല പ്രശ്നം, ഇതിന്റെ കുറെ നെറ്റ്വർക്കിങ്ങും പിന്നെ ഇതിന്റെ കുറെ കോർഡിനേഷനും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇടക്കാലത്ത് വെച്ച് തോന്നില്ല, ഒരു ചെറിയ നിരാശയും ഇതൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ. പിന്നെ നമ്മുടെ കൂടെ നിന്നിരുന്ന കുറെ സംഘടന ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രീൻ പീസിന് നമുക്ക് നേരിട്ട് സപ്പോർട്ടൊന്നും കിട്ടിയില്ലെങ്കിലും, പക്ഷെ ഗ്രീൻ പീസിനൊക്കെ ഇന്ത്യയിൽ നിന്ന് കടത്തിടത്താൻ നോക്കുന്ന കാണുന്നു. ഓക്സ്ഫാം അല്ലെങ്കിൽ ആക്ഷൻ എയ്ഡ് ഇതൊക്കെ പറയുന്ന ഇവര് പല പല സംഘടനകൾ, ഒരു സംഘടനകൾക്കും അവരെന്തെങ്കിലും പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടോ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടോ ഡെമോക്രസിക്ക് വേണ്ടി പറഞ്ഞാൽ അപ്പോൾ ഉടനെ അവരുടെ ഫണ്ട് സോഴ്സസ് കട്ടി. BBC പോലും ഇവിടെ വന്നിട്ട് BBC-ക്ക് എതിരെ കേസെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആർക്കും വായ തുറക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. നമ്മൾ വിബ്ജിയോർ ആക്റ്റീവായിരുന്നപ്പോൾ നമ്മൾ ഇതിലൊക്കെ കൂടെയൊക്കെ ഭയങ്കര ധൈര്യമായിട്ട് കടന്നുപോയി. നമ്മൾ ഫാബ്രിക്കേറ്റഡ് എന്ന് പറയുന്ന ശശിയുടെ ഫിലിം കാണിക്കുമ്പോൾ ഞങ്ങൾ തമാശയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, കണ്ടില്ല ആ ഷൂ എന്നുവെച്ചാൽ പോലീസുകാരവിടെ വന്നിട്ടുണ്ട്, അവർ ഷൂ കണ്ടറിയാം, പക്ഷെ അവര് അറിയിക്കില്ല അവര് എന്താ അവിടെ കാണിക്കണേ, ആരാ കാണിക്കണേ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അന്നൊന്നും ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വന്നത് മറ്റേ ഓഷ്യൻസ് ഓഫ് ഇത് കാണിച്ചപ്പോഴായിരുന്നു. കാശ്മീരിന്റെ ഫിലിം കാണിച്ചപ്പോൾ ആൾക്കാർ വന്ന് എതിർക്കാൻ നോക്കിയത്. പക്ഷെ അത് നമുക്ക് തന്നെ വലിയൊരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആയിട്ട് അന്നത്തെ ഓഡിയൻസ് മുഴുവൻ, ലോകം മുഴുവൻ അറിഞ്ഞ സംഭവമായിരുന്നു.
അതിനുശേഷം നമുക്ക് കുറച്ച് തളർച്ചകളും ഉയർച്ചകളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വീണ്ടും പ്രതീക്ഷയോടുകൂടി ഇരിക്കണം. കാരണം ഞങ്ങളുടെ മാത്രം പ്രതീക്ഷയല്ല, ആനന്ദ് പട്ടുവർദ്ധൻ തുടങ്ങി എല്ലാവരും ചോദിക്കും എന്നാ വിബ്ജിയോർ എന്താ തുടങ്ങാത്ത എന്ന് ചോദിക്കുമ്പോൾ മെക്സിക്കോയിൽ നിന്ന് ഫ്രാൻസിസ്കോ തബോൺ പിന്നെ ഫ്രാൻസിസ്ക അവരൊക്കെ ചോദിക്കും ഞങ്ങളുടെ ഫിലിം ഉണ്ട്, ഞങ്ങൾ കാണിക്കണം, വിബ്ജിയോറില്ലേ. അപ്പൊ വിബ്ജിയോറിലേക്ക് വരാൻ ഫിലിം മേക്കേഴ്സിനും ഫിലിം കാണുന്നവർക്കും കണ്ടുമുട്ടുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റിംഗ് പോയിന്റ് ആണല്ലോ. വലിയൊരു താല്പര്യമുള്ള ഒരു ഇതാണ്. അതൊരു പക്ഷേ IDSFക്ക് ഞാൻ എല്ലാ പ്രാവശ്യം കൂടുതൽ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത്. ആ ഫെസ്റ്റിവൽ കുറെ യങ് ഫിലിം മേക്കേഴ്സ് കാണുന്ന വലിയൊരു സ്പിരിറ്റ് ഉണ്ട്. പക്ഷെ വിബ്ജിയോറിന് ഉണ്ടായിരുന്ന ഒരു കാലം പല വേറെ സ്പേസസ് ഇപ്പൊ നടക്കുന്നുണ്ട് എങ്കിലും വിബ്ജിയോറിനൊരു അവകാശവാദമൊന്നുമില്ല. പക്ഷെ എന്നാലും വിബ്ജിയോർ ഉണ്ടായാൽ കുറെ ആളുകൾക്ക് വരാനും മനസ്സ് തുറക്കാനും കൂടിയിരിക്കാനും ഒക്കെ സാധിക്കുന്നു തോന്നുന്നു. സോ നമ്മളൊരു പിന്നെ ആൾക്കാരുടെ സൗന്ദര്യ സങ്കല്പങ്ങള്, ഫിലിമിന്റെ ക്വാളിറ്റി, ഡിജിറ്റൽ ക്വാളിറ്റി, സൗണ്ടിന്റെ ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി വേണം, നന്നാവണം എന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ കാണിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇതോടൊക്കെ ഉണ്ട്, ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇപ്പൊ ഷൊർണൂർ ഫെസ്റ്റിവൽ നടന്നു, FFSIയുടെ സയൻസ് തിയേറ്ററിലാണ് കാണിച്ചത്. ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പൊ 2 വർഷമായിട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത്, തിയേറ്ററിലാണ് കാണിക്കുന്നത്. എല്ലായിടത്തും തിയേറ്ററിലേക്ക് നീങ്ങി കഴിഞ്ഞു. അപ്പൊ ഫിലിം മേക്കേഴ്സിനും ദ ഡിസേർവ് എ ബെറ്റർ വ്യൂയിങ്. അല്ലാണ്ട് അവർ വന്നിട്ട് പറയും ഞങ്ങൾ 5.1 ചെയ്തിരിക്കുന്നത്, നിങ്ങൾ സ്റ്റീരിയോയിൽ കാണിക്കുമ്പോൾ ഞങ്ങൾ പല സൗണ്ട് ട്രാക്കും മിസ് ചെയ്യാണ്. ഇതേപോലെ നമ്മൾ അത് കണക്കിലെടുക്കണമല്ലോ ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആശിഷ്. അപ്പൊ നമ്മൾ വരും, നമ്മളവിടെ എത്തും, നിങ്ങളൊക്കെ ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. വേദനിക്കുന്നവരുടെ, പ്രതിഷേധിക്കുന്നവരുടെ ശബ്ദങ്ങൾക്ക് കാതോർത്ത് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ശരത്ത്. ശരത്തും ബാബുരാജും ചേർന്നൊരുക്കിയ സിനിമകളിലെ സമരങ്ങളെല്ലാം വിജയിച്ചവയായിരുന്നു. ആ വിജയങ്ങൾക്കൊടുവിലെ സമരഭൂമികളുടെ ഇപ്പോഴത്തെ ജീവിതങ്ങളെ അടയാളപ്പെടുത്തണമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് ശരത്ത് പിൻവാങ്ങിയത്. ഏതെങ്കിലും ജംഗ്ഷനിൽ പ്രോജക്ടറും CD-കളും അടങ്ങിയ ബാഗും തൂക്കി പാതിരാ ബസ് കാത്തുനിൽക്കുന്ന ശരത്തിന്റെ രൂപം വിട്ടൊഴിയാത്ത ഓർമ്മകളിലൊന്നാണ്. എത്രയോ രാത്രികൾ തെരുവിൽ ഉറങ്ങിയെണീറ്റ് അടുത്ത ആൾക്കൂട്ടത്തിലേക്ക് സിനിമയും പ്രോജക്ടറുമായി യാത്ര ചെയ്തു. ഈ നിരത്തുകളുടെ അസമയങ്ങൾ സചേതനമാക്കാൻ ഇനി ശരത്തില്ല. ചേതനമായ സമരനിരകളും ജനകീയ സിനിമാവേദിയും എണ്ണിയാലൊടുങ്ങാത്ത ആത്മസുഹൃത്തുക്കളും ശരത്തിന്റെ ഒരു തുടർച്ചയ്ക്ക് കാത്തിരിക്കുകയാണ്. ഇവിടല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തു നട്ടു, അതിനല്ലോ നമ്മളെത്ര ചോര കൊണ്ട് നീർനനച്ചു. സ്വപ്നങ്ങൾ ബാക്കിയാക്കി യാത്ര പോയപ്പോൾ അവസാനമായി പാടി നിർത്തിയ ഈ പാട്ടുതന്നെയാണ് ശരത് ചന്ദ്രൻ എന്ന സുഹൃത്തിന്റെ ജീവിതം നൽകുന്ന സന്ദേശം. നോക്കൂ, ഇവിടല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തു നട്ടു, അതിനല്ലോ നമ്മളെത്ര ചോര കൊണ്ടു നീർനനച്ചു. ഒരുപാടു ജീവിതങ്ങൾ ഈ തടത്തിൽ വളമിട്ടു, ഒരുമിച്ചു ചേർന്നു നമ്മൾ ഈ നിലത്തിൽ കാവൽ